വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത, നിഷ്കളങ്കനായ, നേരുള്ളവനായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച യേശുവിന് തുല്യം പറയാൻ മറ്റാരും ഇല്ല. യേശുവിന്റെ ജനനം കൊണ്ടും, യേശുവിന്റെ ജീവിതം കൊണ്ടും, യേശുവിന്റെ പഠിപ്പിക്കൽ കൊണ്ടും, യേശുവിന്റെ അവകാശവാദങ്ങൾ കൊണ്ടും, യേശുവിന്റെ മരണം കൊണ്ടും യേശു ക്രിസ്തു നിസ്തുല്യനായിരുന്നു എന്ന് പറഞ്ഞാൽ തുല്യം പറയാൻ ഈ ഉലകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ യേശുവാണ് മാനവകുലത്തിന്റെ, അതെ, എല്ലാ മനുഷ്യന്റെയും. ഇന്ന് 750 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട്. ഈ ഉലകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം, ജനിച്ചവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും മുൻപ് ജനിച്ചവർക്കും ഒക്കെ പാപത്തിന്റെ പരിഹാരം ആ ക്രൂശിൽ, ആ യേശുവിന്റെ ക്രൂശിൽ. ഇന്ന് ഈ രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥത നിങ്ങൾക്ക് തളം കെട്ടി നിൽക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ശൂന്യത ബോധം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സ്നേഹിത, നിരാശപ്പെടേണ്ട. നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്കും ഒരു പ്രത്യാശയ്ക്കും വകയുണ്ട്. അത് മറ്റാരുമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാർ യേശുവിന്റെ ജനനത്തിൽ ഇങ്ങനെ പറഞ്ഞത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതെ, ഈ ഉലകത്തിൽ ജീവിച്ചിട്ടും ജനിച്ചിട്ടുമുള്ള എല്ലാ മനുഷ്യനുമുള്ള സന്തോഷം അത് യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശരാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭാരം ചുമന്ന് നടക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മദ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന്, കടക്കടയുടെ അടിമത്തത്തിൽ നിന്ന്, കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ ദിനങ്ങൾ നൽകി തരുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ യേശുവിനെ നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങോട്ട് പോകണ്ട, ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടെന്ന് വീട്ടിലിരുന്ന്, അല്ല കടയിലിരുന്ന്, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണെന്ന്. പണമൊന്നും മുടക്കണ്ട, ഒരു ആചാരവും ചെയ്യേണ്ട, ഒരു അനുഷ്ഠാനവും ചെയ്യേണ്ട, എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവൻ ആരാണെന്ന് നോക്കാതെ, മതം നോക്കാതെ, കൊടി നോക്കാതെ, വർണ്ണം നോക്കാതെ, ജാതി നോക്കാതെ നിന്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.